ആൻസർ അറിയില്ലെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് വെച്ച് മാർക്ക് വാങ്ങണം. ഇതെന്തോന്ന് അറബിക്കോ? എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫുൾ മാർക്ക് ഉറപ്പ്. ഇതെന്തോന്ന് ഓട്ടയാവാത്തത്? മതിയടാ നീ എഴുതിയത്. എടി, നമ്മൾ പഠിച്ചതൊക്കെ മറക്കുവോ? എന്ന് നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഡ്യൂഡ്, നമ്മുടെ സീറ്റുകൾ അടുത്തായിരിക്കും അല്ലേ? അടുത്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും തോൽക്കും. അയ്യോ, എനിക്ക് 100-ൽ 99 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. 1 മാർക്ക് നഷ്ടപ്പെട്ടു. അളിയാ, ഞാൻ 1 മാർക്കിന് പാസ്സായി. ഞാനൊരു പഠിപ്പിസ്റ്റ് തന്നെ. ഇത് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് നന്നായി. സമയം കുറെ ലാഭിച്ച് ഞാൻ എന്തായാലും പാസ്സാവും. ഇവൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിപ്പിച്ച വഴിയല്ല, അതുകൊണ്ട് മാർക്കില്ല. അങ്ങനെ ഇവൻ പാസ്സാവണ്ട. ഇത് സിമ്പിൾ. ഇതിന് കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഉത്തരം 88. ഉത്തരം 64 ആണല്ലോ കിട്ടുന്നേ. ആ, ഇത് 66ന്റെ അടുത്താ. അപ്പൊ ഉത്തരം A തന്നെ. പിള്ളേരെ, ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ വളരെ സിമ്പിൾ ആണ്. കുഴപ്പിക്കാനായി ഒന്നും തന്നെയില്ല. നിങ്ങൾ എല്ലാവരും പാസ്സാവും. ഹൗ, ടീച്ചർ കുഴപ്പിക്കാനായി ഒന്നും തന്നെ ഇല്ലാന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം, ഓറഞ്ച് ഫ്രൂട്ടാണോ അതോ കളറാണോ? ഡ്യൂഡ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ ഞാൻ മിസ് ചെയ്തുള്ളൂ. അളിയാ, എക്സാം എന്തായി? ഞാനൊരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. ഓ, നീ ഒരു പഠിപ്പിസ്റ്റ് തന്നെ. എന്തിനാ കരയുന്നത്? എനിക്ക് 100-ൽ 98 മാർക്ക് കിട്ടി. 2 മാർക്ക് പോയി. അളിയ, എന്താ ഇത്ര സന്തോഷം? എനിക്ക് 35 മാർക്ക് കിട്ടി. ഞാൻ പാസ്സായി. മക്കളെ, എക്സാമിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ടീച്ചറെ, ഒരു ഡൗട്ട്. ടീച്ചറെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല. അത് ഒന്നുകൂടെ വായിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. ഹൗ, പഠിച്ചതൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പാസ്സാവും. എല്ലാരും ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചിട്ട് മാത്രം എഴുതുക.